ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു പുലരി ടേസ്റ്റ് ടൈംസ്. ഇന്ന് ഞാനിവിടെ എത്തിയിരിക്കുന്നത് ഒരു മട്ടൺ കറിയുമായിട്ടാണ്. നാടൻ രീതിയിൽ നാളികേരം വറുത്തരച്ച കറിയാണിത്. മട്ടൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരും കൂടി ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണിത്. അപ്പോൾ എന്തുവരെയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ കറി തയ്യാറാക്കാൻ തുടങ്ങാം. ആദ്യമായി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള നാളികേരം വറുത്തെടുക്കാം. അതിനുവേണ്ടി ഒരു ചൂട് കട്ടിയുള്ള പാത്രത്തിൽ ഏകദേശം 1 കപ്പോളം ചിരകിയ നാളികേരം എടുക്കാം. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നീട് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഏകദേശം 2 ടേബിൾ സ്പൂണോളം ഇഞ്ചിയും അത്രയും തന്നെ വെളുത്തുള്ളിയുമാണ് ഞാനിതിലേക്ക് ചേർത്തിരിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ തേങ്ങ വറുത്തെടുക്കുന്ന സമയത്ത് എണ്ണ ചേർക്കേണ്ട ആവശ്യമില്ല. എണ്ണ ഇല്ലാതെയാണ് നമ്മൾ തേങ്ങ വറുത്തെടുക്കുന്നത്. പിന്നീട് നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് ഏകദേശം ഒരു 5-6 ഉള്ളിയും 6 ഏലക്ക, 6 ഗ്രാമ്പു, ഒരു 2 കഷ്ണം കറുവാപ്പട്ട, ഒരു തക്കോലം, ഒരു ബേ ലീഫ്, 1 ടീസ്പൂൺ പെരുംജീരകം എന്നിവയാണ്. തേങ്ങ വറുത്തെടുക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും നല്ലതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഞാനിതിലേക്ക് ഒരു 2 വറ്റൽമുളകും ഒരു 2 ടീസ്പൂൺ കുരുമുളകും കൂടി ചേർക്കുന്നുണ്ട്. പൊടിയല്ല, കുരുമുളകായിട്ട് തന്നെയാണ് ചേർക്കുന്നത്. ഈ കുരുമുളക് പൊടിയാണ് ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കണം. പിന്നെ കുരുമുളക് ഒരുപാട് എരിവ് ആവശ്യമില്ലാത്തവർക്ക് ഈ കുരുമുളകിൻ്റെ അളവ് കുറയ്ക്കാവുന്നതാണ്. അതുപോലെ തന്നെ ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം നമ്മൾ ഈ തേങ്ങ വറുത്തെടുക്കുന്നത്. വേണമെങ്കിൽ മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കാം, പക്ഷേ ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും ചെയ്യരുത്. ഹൈ ഫ്ലെയിമിലിട്ടാൽ പെട്ടെന്ന് അത് കരിഞ്ഞു പോകുകയുള്ളൂ, വറുത്ത് കിട്ടുകയില്ല. അതുപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന ഈ തേങ്ങ ഇതിന് മുമ്പ് മിക്സിക്കകത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ഇത് വേഗം തന്നെ വറുത്തെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഒരുപാട് സമയം എടുക്കും. അപ്പോൾ ക്രഷ് ചെയ്യുന്നത് നല്ലതാണ്. തേങ്ങ ക്രഷ് ചെയ്യാൻ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. വെള്ളം ചേർക്കാതെയാണ് നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് ക്രഷ് ചെയ്തെടുക്കേണ്ടത്. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഇത് വറുത്തെടുക്കാൻ ബുദ്ധിമുട്ടാവും. ഇപ്പോൾ നമ്മുടെ നാളികേരവും അതിലുള്ള എല്ലാ സാധനങ്ങളും നന്നായി വറുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരു 3 ടീസ്പൂണോളം മുളക് പൊടിയും 8 ടീസ്പൂണോളം മല്ലിപ്പൊടിയും 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയുമാണ് ചേർത്തിരിക്കുന്നത്. അതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിന് ഒരുപാട് സമയം നമ്മൾ ഇനി ഈ പൊടിയിലൊക്കെ ചേർത്ത് വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. കുറച്ച് സമയം മതിയാകും. വേണമെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടും ഈ പൊടികൾ ചേർത്തേക്കാവുന്നതാണ്. കുരുമുളക് ഇല്ലാത്തവരാണെങ്കിൽ നമുക്ക് ഈ സമയം കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ ആ പൊടി കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് നന്നായിട്ട് വറുത്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ പൊടികളെല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാത്രം സ്റ്റവിൽ നിന്നും വാങ്ങി തണുപ്പിക്കാൻ വയ്ക്കാം. തണുത്ത ശേഷം മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ അരച്ചെടുക്കാം. അരച്ചെടുക്കുന്നത് വെള്ളം ചേർക്കാതെയാണ് അരച്ചെടുക്കാൻ. വെള്ളമില്ലാതെ അരച്ചാൽ മതിയോ. വെള്ളം ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുകയില്ല. ഇനി നമുക്ക് ഇത് ഇറച്ചി കഷ്ണങ്ങൾ വേവിച്ച് കൊടുക്കാം. അതിനു വേണ്ടി ഒരു പ്രഷർ കുക്കറിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഏകദേശം ഒരു 4 സവാളയോളം ആണ് ഞാനിതിനു വേണ്ടി എടുത്തിരിക്കുന്നത്.
വഴറ്റുന്നതിൻ്റെ കൂടെ നമുക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും പിന്നീട് ഈ മട്ടൻ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ സവോള നന്നായിട്ട് വഴന്ന് കിട്ടും. ഇപ്പോൾ നമ്മുടെ സവോള ഏകദേശം നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന മസാലക്കൂട്ടുകളും തേങ്ങയും ചേർന്നിട്ടുള്ള ആ അരപ്പ് ചേർത്ത് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. അതിനുശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മട്ടൻ കഷ്ണങ്ങൾ ചേർത്തെടുക്കാം. മട്ടൻ നല്ലതുപോലെ കഴുകിയെടുക്കണം. 3-4 പ്രാവശ്യം കഴുകിയ ശേഷം കുറച്ച് വിനാഗിരി ചേർത്ത വെള്ളത്തിൽ കൂടി കഴുകിയെടുക്കാം. മട്ടൻ കഷ്ണങ്ങൾ ചേർത്ത ശേഷം എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വിനാഗിരിയും 1 കപ്പ് വെള്ളവും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ മട്ടൻ വേവിച്ചെടുക്കാം. ഒരു 6-7 വിസിൽ കൊണ്ട് നമ്മുടെ മട്ടൻ കഷ്ണങ്ങളൊക്കെ വെന്തിരിക്കും. ഇപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഗ്രേവി ആയിട്ടാണ് ഇപ്പോൾ ഈ കറി ഇരിക്കുന്നത്. ഇനി ഇതിൽ കൂടുതൽ ഗ്രേവി ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് തിളപ്പിച്ച വെള്ളം കൂടി ഇതിൻ്റെ കൂടെ ഒഴിച്ചു കൊടുക്കാം. പച്ചവെള്ളം ഒഴിക്കരുത്. അപ്പം നല്ല ഒരു സ്വാദിഷ്ടമായ ഈ കറി എല്ലാവരും ഒന്ന് ഇത് നോക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.